അപ്പോൾ നമ്മൾ നീലേശ്വരം പോയതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഗൈസ് ഇത്. അപ്പോൾ നമ്മൾ നീലേശ്വരത്തു നിന്ന് നമ്മുടെ ഫുഡെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമല്ല വൈകുന്നേരം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇതാ പോകുന്ന വഴിയാണിത്. അപ്പം സൈഡിലുള്ളത് അമ്മമ്മേൻ്റെ വീട് മൊത്തം പൊളിച്ച് ആ ഭാഗം മൊത്തം ഒന്ന് നിരപ്പാക്കിയിട്ടുള്ളത്. അപ്പം റൂട്ട് ശരിക്കും ക്ലിയർ അല്ല, കുറച്ച് നടക്കാനെല്ലാം പ്രയാസമുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മൾ കാറിലാണ് വന്നത്. അപ്പോൾ ഏട്ടൻ്റെ കാറല്ല, പിന്നെ സിസ്റ്ററിൻ്റെ കാറാണ്. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് ആണ് പോകുന്നത്. പക്ഷേ ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാച്ചനും മക്കളും ഉച്ചയ്ക്ക് റെഡിയാവുന്നതിലിടക്ക് തന്നെയുള്ള കോലാഹലങ്ങളാണ് കേട്ടോ. പോവാൻ നോക്കുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഒരു വൈബ് അത് ഭയങ്കര പറഞ്ഞാൽ തീരൂല, വേറെ ലെവലാണ് ഗൈസ്. അതായത് ഒരു എന്താ പറയുക, ഇനിയിപ്പം കുറേ കഴിയണം ഇനി വരണമെങ്കിലും ഇനി അച്ചാച്ചൻ്റെ ഒപ്പം കളിക്കണമെങ്കിലും ഒക്കെ. ഇപ്പോൾ സ്കൂളും കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ വീക്കെൻഡിൽ അങ്ങനെ വരാൻ പറ്റൂല. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 31 ആ സമയമാകുമ്പോഴത്തേക്കും സ്കൂൾ അടക്കും. പിന്നെ ഇവിടെ തന്നെ ആയിരിക്കും കുറച്ച് ദിവസം. അപ്പോൾ നമ്മുടെ അന്നേരമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അച്ഛൻ ഇതിപ്പം ചെയ്യുന്നത് കുട്ടികൾ വെയിലത്ത് നല്ലോണം ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ ആ മണ്ണ് നല്ലോണം പാറി അലർജീൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നല്ലോണം പൈപ്പിട്ട് വെള്ളം നനച്ച് മണ്ണ് നല്ലോണം കുതിർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പൊടി കുറയുമല്ലോ. അപ്പോൾ അത് ആ പരിപാടിയാണ്. അപ്പോൾ അതിനിടയിൽ പോയിട്ട് പിന്നെ വെള്ളത്തിൻ്റെ ഇടയിൽ കളിച്ച് എന്തെല്ലോ കുരുത്തക്കേട് ഒപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ്. അമ്മമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സിസ്റ്ററാണ് കേട്ടോ. അവൾ തുണിയൊക്കെ എടുത്ത് മടക്കി വെക്കുന്നുണ്ട്. നമുക്ക് ചെറിയ കാലുവേദന ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ നമ്മൾ കുറച്ച് സമയം ഇരുന്ന് വീഡിയോ ഒന്നെടുത്തു. പിന്നെ സിസ്റ്ററിൻ്റെ അമ്മേൻ്റെ അപ്പോൾ ഇതാ എല്ലാവരും റെഡിയായി സെറ്റായി ഓരോ ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരാൾ അവിടെ ഇരുന്നിട്ട് ആലോചിക്കുന്നുണ്ട്. ഇനി പോകാൻ റെഡിയായിട്ട് ഇരുന്നതാണേ. അപ്പോൾ ഇതാ 2-3 വിക്കിരിയന്മാരും ഫോണിൻ്റെ അകത്ത് കാർട്ടൂൺ പിന്നെ സെറ്റായിട്ടുണ്ട്. അതുപോലെ പ്രജീഷേട്ടനും സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോകാൻ റെഡിയായാലും പോകാനുള്ള നേരാവുന്നവരെ ഇങ്ങനെ കളിക്കും കേട്ടോ. കൊല വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല, അല്ല നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കൊല കണ്ട കേസിനെ പോലെ ഉണ്ട് കൊല. ഭയങ്കര വണ്ണം കേസിനെ പോലെ ഉണ്ട്. വേണ്ട അച്ഛനെ മേത്താവും മുടി വാരി മുളക് നടാൻ ഇനി സ്ഥലമില്ലാമ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കൂടുമ്പോൾ ഇമ്പുള്ളതാണ് കുടുംബം എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരും കൂടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി വൈബാണ് ഗൈസ്. ഈ ഒരു മെമ്മറീസൊന്നും ചിലപ്പോൾ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റൂല. കാരണം എപ്പോഴും നമുക്ക് ഈ ഒരു മെമ്മറീസ് കിട്ടണമെന്നില്ല, ഈ ഒരു അനുഭവം കിട്ടണമെന്നില്ല. വല്ലപ്പോഴും ഇങ്ങനെ കൂടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. പിന്നെ എല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ ആ ഒരു ഒന്നിച്ചുള്ള ഒരു ഫുഡ് കഴിക്കലും കാര്യങ്ങളും എവിടെയെങ്കിലുമൊക്കെ പോക്കും മൊത്തത്തിൽ ശരിക്കും വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അവാർഡായിരിക്കും. അമ്മ ഒരു ഭാഗത്തുനിന്ന് കരയുന്നുണ്ടാവും, അമ്മമ്മ ഒരു ഭാഗത്തുനിന്ന് കരയുന്നുണ്ടാവും. ഭയങ്കര സങ്കടത്തിലായിരിക്കും. പിന്നെ എന്ത് ചെയ്യാനാണ്, സഹിച്ചല്ലേ പറ്റൂ. അപ്പോൾ നമ്മൾ നേരെ പിന്നെ യാത്ര പറഞ്ഞ് കുറച്ച് പിന്നെ പോക്കറ്റ് മണിയെല്ലാം കൊടുത്തിട്ട് അമ്മമ്മക്കും കുറച്ച് പോക്കറ്റ് മണിയെല്ലാം കൊടുത്ത് നമ്മൾ സെറ്റാക്കിയിട്ട് നമ്മൾ ഏതായാലും നേരെ കണ്ണൂരേക്ക് റിട്ടേൺ അടിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ പിന്നെ വണ്ടിയിൽ നമ്മുടെ വീടിൻ്റെ പിറക് വച്ചാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടത്തേക്കുള്ള വഴി ശരിയാവണത്രേ. പിന്നെ അവിടുന്ന് ഇവിടത്തേക്ക് വരുമ്പോഴും ഇവിടുന്ന് വീട്ടിലേക്ക് കണ്ണൂരേക്ക് പോകുമ്പോഴും കാര്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം കയ്യിലുണ്ടാവും. ചക്ക മാങ്ങ തേങ്ങ എന്ന് പറഞ്ഞ പോലെ സകലമാന സാധനങ്ങളും അമ്മ കൊടുത്തുവിടും രണ്ടാക്കും. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ണൂർ നമ്മളെ വീട്ടിലില്ലാത്ത സംഭവങ്ങളായ നമ്മൾ ഉണ്ട്, പക്ഷെ എന്നാലും കുറവ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പപ്പായ അതുപോലെ കാന്താരി അങ്ങനെ ഇപ്രാവശ്യം ചക്ക വരെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മൂത്ത. അപ്പോൾ എല്ലാം കൂടി നമ്മളിതാ കാറിൻ്റെ ബാക്കിൽ ഡിക്കിയിൽ അങ്ങ് ഉന്തി കയറ്റിയിട്ട് നേരെ റിട്ടേൺ അടിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോകുമ്പം ചെറിയൊരു വിഷമമുണ്ട്. വീട്ടിൽ നിന്ന് എടുക്കാം, വീട്ടിൽ നിന്ന് നീ ഒരു പ്ലേറ്റിലാക്കി തന്നാൽ മതി, ബാക്കി ഞങ്ങൾ എടുത്തോ. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു ഗൈസ്. അപ്പം നമ്മളിനി നേരെ കണ്ണൂരേക്കാണ് കേട്ടോ.
അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഏതായാലും വൈകുന്നേരം 5 മണിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളേതായാലും ചെറിയൊരു ചായ കുടിക്കാമല്ലോ എന്ന് പറഞ്ഞ് സൈഡാക്കി. അപ്പം നല്ല അടിപൊളി ചൂട് പരിപ്പ് വട, ഉള്ളിവട, അതുപോലെ പപ്സ് എന്നെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടിയൊക്കെ വേണ്ടുന്നത് നമ്മൾ വാങ്ങിക്കൊടുത്ത ശേഷം ഞാൻ ഒരു ഉള്ളിവട വാങ്ങി. അതുപോലെ ഒരു കല്ലുമ്മക്കായ, കണ്ണൂർ ഫേവറേറ്റ് ഒരു ഡിഷാണ്. അപ്പോൾ നമ്മളതെല്ലാം കഴിച്ച് നല്ല സെറ്റായിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇനിയിപ്പം ഇങ്ങനെയൊരു യാത്ര കൂടണമെങ്കിൽ കുറച്ചും ഒന്ന് സ്കൂളെല്ലാം നടച്ചു കഴിഞ്ഞാൽ ഇനിയൊരു ട്രിപ്പ് എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതുവരെ അപ്പോൾ നമ്മൾ വീട്ടിലെത്തി ശേഷം സിസ്റ്ററും ഹസ്ബൻഡും കൂടിയിട്ട് അവർ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ ആൻറ്റിയും മോനും തമ്മിലുള്ള സ്നേഹപ്രകടനമാണ്. പോകാൻ നോക്കുമ്പോൾ ചെറിയൊരു വിഷമം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ടാറ്റാ.